റിയൽമിയുടെ 41,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി GT6. അതുപോലെ തന്നെ ഷവോമിയുടെ 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഷവോമി 14CV. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT6ഉം അതുപോലെ തന്നെ ഷവോമി 14CVയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT6ൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഷവോമി 14CVയിൽ 6.55 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും 1.5K റെസൊല്യൂഷനൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിസ്പ്ലേ സൈസിൽ നിങ്ങൾ ഏത് ഡിസ്പ്ലേ സൈസാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ റിയൽമി GT6ൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഈ ഒരു ഫീച്ചർ ഷവോമി 14CVയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഷവോമിയിൽ കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. എന്നാൽ ഷവോമിയിൽ പിൽ ഷേപ്പിലുള്ള ഒരു കട്ടൗട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്യുവൽ പഞ്ചോൾ ആണ് വരുന്നത്. ഇപ്പം iPhone 15 സീരീസിലേതൊക്കെ പോലെയാണ് ആ ഒരു പഞ്ചോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിലും ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ റിയൽമിയിൽ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഷവോമിയിൽ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റ് റിയൽമിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഡോൾബി വിഷന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഷവോമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 12-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഷവോമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല പല OTT പ്ലാറ്റ്ഫോംസിലും ഷവോമിയിൽ 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 6000 നിറ്റ്സ് ആണ്. ഷവോമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. ഓൺ പേപ്പർ നോക്കുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ പുറത്തുനിന്ന് ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിയൽമി GT6 ലഭിക്കുമെന്ന് പറയാവുന്നതാണ്. രണ്ട് ഫോണുകളിലും 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT6ൽ നമുക്ക് LTPO എന്നുള്ള ഫീച്ചർ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഷവോമിയുടെ കാര്യത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പല OTT പ്ലാറ്റ്ഫോംസിലും ഡോൾബി വിഷന്റെ സപ്പോർട്ടും 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. ഷവോമിയുടെ വെയിറ്റ് വരുന്നത് 177 ഗ്രാമാണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് ഷവോമിക്കാണ്. അതുപോലെ തന്നെയാണ് തിക്നെസിന്റെ കാര്യവും. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 8.65 mm ആണ്. ഷവോമിയുടെ തിക്നെസ് വരുന്നത് 7.45 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് ഷവോമിക്കാണ്. ഈ കാര്യങ്ങളിൽ ഷവോമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് ഷവോമിയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. റിയൽമിയിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഷവോമിയിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും ലെതർ ബാക്ക് ബോഡിയൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ പ്ലാസ്റ്റിക് ഫ്രെയിമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഷവോമിയിൽ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഷവോമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഷവോമിയിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. രണ്ടിലും ഏകദേശം സെയിം ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരിക. എന്നാലും ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഷവോമി 14CV ആണ്. അതുമാത്രമല്ല ഹീറ്റിങ്ങും കമ്പാരിറ്റീവ്ലി കുറവ് ഷവോമി 14CVയിലാണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്നാലും റിയൽമിയിൽ നമുക്ക് എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ റിയൽമിക്കും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരില്ല. ഏകദേശം അടുത്ത് വരുന്ന പെർഫോമൻസ് ഒക്കെ തന്നെയായിരിക്കും രണ്ട് ഫോണുകളിലും വരിക. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 13ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഷവോമിയിൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണിന്റെയും ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. റിയൽമിയിൽ 12GB റാം 256GB ഇന്റേണൽ വെർഷനും 16GB റാം 512GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. എന്നാൽ ഷവോമിയിൽ ഇതുപോലുള്ള വെർഷൻസ് വരുന്നില്ല. ഷവോമിയിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷൻ റിയൽമിയിലും വരുന്നില്ല. ഈ രണ്ട് ഫോണുകളിലും LPDDR5Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോണുകളിൽ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഷവോമിയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഷവോമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ റിയൽമി സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. ഷവോമിയിൽ ഹൈപ്പർവോയ്സ് സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. റിയൽമിയിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഷവോമിയിൽ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഷവോമിയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ ഒക്കെ കൂടുതലാണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഷവോമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഷവോമിയിൽ ഫ്രണ്ടിൽ 32+32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഷവോമി ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഡിഫറൻസ് രണ്ട് ഫോണുകളും തമ്മിൽ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഷവോമി 14CV ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. ഷവോമിയിൽ 4700 mAh ബാറ്ററിയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി റിയൽമിയിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഷവോമിയിൽ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും റിയൽമിയിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 40,999 രൂപയാണ്. ഷവോമിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 42,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യത്തിൽ റിയൽമിക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 42,999 രൂപയാണ്. അതുപോലെ തന്നെ 16GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 44,999 രൂപയാണ്. ഇപ്പം ഷവോമിയിൽ ഇതുപോലുള്ള വെർഷൻസ് വരുന്നില്ല. ഷവോമിയിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 47,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് LTPO എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഷവോമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കോഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ OTT പ്ലാറ്റ്ഫോംസിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.